ഇത് തന്നെയാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? പക്ഷെ അവൻ നല്ല ചെറുപ്പമായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഷേർ സിംഗ് അവിടെ എത്തിച്ചേർന്നു. പറയൂ ഷേർഖാൻ, നിങ്ങൾ എന്നെ കുറിച്ചാണോ കുശൂഷിക്കുന്നത്? ഷേർ സിംഗ്, ഞാനാണിപ്പോൾ കാട്ടിലെ രാജാവ്. എന്നെ ബഹുമാനിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. പിന്നെ നീ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നത്? വെറുതെ കൊല്ലുന്നതൊന്നുമല്ല. ഞാൻ വയസ്സനും ദുർബലനുമായിരുന്ന സമയത്ത് ഇവരെല്ലാം എന്നെ വളരെയധികം കളിയാക്കിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെറുപ്പമായപ്പോൾ ഞാൻ ഇവരോടെല്ലാം പകരം വീട്ടുകയാണ്. ഇല്ല, ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യുവാൻ അനുവദിക്കുകയില്ല. എന്നാൽ ശരി, നിങ്ങളും എന്നോട് മത്സരിക്കുക. ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ഈ കാടിന്റെ രാജാവ്. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി ഷേർഖാനെ നോക്കി. ശരി ഷേർഖാൻ, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോട് തീർച്ചയായും മത്സരിക്കും. പ്രിയപ്പെട്ട മൃഗങ്ങളെ, നിങ്ങൾക്ക് എന്റെ ഭരണം വീണ്ടും കാണുവാൻ പറ്റും. കണ്ടു നോക്കൂ. ഇത് പറഞ്ഞ് ഷേർ സിംഗ് അവിടെ നിന്ന് ഓടിപ്പോയി. താൻ ചെയ്ത തെറ്റോർത്ത് ടീനു പക്ഷി പശ്ചാത്തപിച്ചു. പക്ഷേ ഇത് ആരോടും പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ തന്റെ ചിറക് വിരിച്ച് വേഗത്തിൽ ആകാശത്തേക്ക് പറന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ ആ മാലാഖയുടെ അടുത്തെത്തി. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു.